എല്ലാവർക്കും റോഷൻ വഴിയിലോട്ട് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ നാട്ടിലില്ല, ഞാൻ വിദേശത്താണ്. അപ്പം എൻ്റെ വിദേശത്തുള്ള ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇനി കേട്ടോ. അപ്പം ഇന്ന് ഫുഡ് ഉണ്ടാക്കുക, ഉച്ചക്കത്തെ കാര്യങ്ങളാണ്. ഉച്ചക്ക് ഇപ്പം ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് വെച്ചാൽ ഇവിടെ നമുക്ക് അന്നന്ന് കറി വെക്കാനോ ചെയ്യാനോ ഒന്നും എനിക്ക് സമയം ഉണ്ടാവില്ല, ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ടൂണ എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ടൂണയെന്ന് പറയുന്നത് നമ്മുടെ കേരക്കറി, കേര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് കുത്തരിയോ ഇല്ലെങ്കിൽ നമ്മുടെ അരിയോ ഒന്നും ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. അഥവാ വാങ്ങിക്കുവാണെങ്കിൽ തന്നെയും ദൂരെ പോയി വാങ്ങിക്കണം എന്നതൊക്കെ വലിയ പാടാണ്. അപ്പം ഇവിടെ അരിക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 1500 രൂപയുടെ അത്രയൊക്കെ വിലയാകും. 1500 2000 രൂപയൊക്കെ വിലയാകും. പിന്നെ അത്ര കൊതി വരുന്ന കാരണം ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കും. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ കേരളീയരുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അതേപോലെ ഇപ്പോൾ എനിക്ക് തോരൻ വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാലഡിന് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ ഞാൻ നോക്കിയിട്ട് പറയാവേ. അപ്പോൾ സാലഡിന് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇത് ഞാൻ ഈ അരിയുന്ന സാധനം. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തോരത്തിന് ഈ പറയുന്ന പോലെ വേപ്പിലയൊന്നും ഇവിടെ കിട്ടത്തില്ല. വേപ്പില അഥവാ കിട്ടുവാണെങ്കിലും വല്ലപ്പോഴും ഇതുപോലെ തന്നെ ദൂരെ എയർപോർട്ടിൻ്റെ അടുത്ത കടയിലൊക്കെ പോയാലേ കിട്ടത്തുള്ളൂ. അവിടെയെങ്കിലും പോകാൻ എനിക്ക് നടക്കത്തില്ല. വേപ്പിലയൊന്നും ഇല്ലാണ്ടുള്ള കറിയാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നു. ഉണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് കാണുന്ന പോലെയല്ല കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ അരിയുന്ന സമയത്ത് ഇതിനെ ഒരു മത്ത് മണമാണ്. പക്ഷേ ഇത് തോരനാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ നാടും വീടും ഒക്കെ വിടുമ്പോൾ നമുക്കൊരു സങ്കടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മക്കളെയും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് 3 മാസമായപ്പോൾ ഞാൻ ഇട്ടിട്ട് പോന്നതാണ്. ഇപ്പം അവൻ 2 വയസ്സ് കഴിഞ്ഞു. കണ്ടോ, തോരനത്തിനൊക്കെ അരിഞ്ഞ് വെച്ചു. സവോള, പിന്നെ ഒരു കഷ്ണം നമ്മുടെ പച്ചമുളക്, അതിട്ടാണ് ഞാൻ തോരൻ ചിക്കിയത്. തോരൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തേങ്ങ എന്ന് പറഞ്ഞാൽ പച്ചത്തേങ്ങ കിട്ടത്തില്ല, അതും ഈ റയറായിട്ടേ കിട്ടത്തുള്ളൂ. തേങ്ങ പൊടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ അത് വെച്ചിട്ട് മെഴുക്ക് പോലെ ഇട്ടത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ്, കറക്റ്റ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെട്ടുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഒലീവ് ഓയിലാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം വലിയ അധ്വാനമുള്ള പണിയൊന്നുമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അധ്വാനമൊന്നും ഇല്ലാത്ത കാരണം വെറുതെ ഇരിപ്പ് തന്നെയാണ്. അധ്വാനമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ശരീരത്തിന് എന്താണ് അനക്കമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കൊളസ്ട്രോളോ അതോ ഇതൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോകുന്ന അതിൻ്റേതായ ഒരു ദുഃഖവും സങ്കടവും ഒക്കെ നമുക്കുണ്ട്. അതിപ്പം ആ സങ്കടം അപ്പം നിങ്ങൾ ചോദിക്കും, നീ പോയിട്ട് നിനക്ക് ശമ്പളം കിട്ടുന്നില്ലെന്ന്. ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളം മാത്രം പോരല്ലോ, നമ്മുടെ ഫാമിലിയും. പിന്നെ നമുക്കിപ്പുറത്ത് ഒരു കാര്യം കളഞ്ഞാലേ നമുക്കപ്പുറത്ത് എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ്. നമ്മുടെ ഇപ്പുറത്ത് ജീവിതം പോവും, അപ്പുറത്ത് നമ്മുടെ മക്കൾ വലുതാകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെയുള്ള കുപ്പിയിൽ, ചെറിയ ചെറിയ കുപ്പിയിലാണ് കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ തൂക്കി വാങ്ങിക്കണമെന്ന് ഞാനിതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ കിട്ടിയിട്ടുമില്ല. ഇപ്പം മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും മസാലക്കൂട്ടൊക്കെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇവിടെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ചേച്ചീനെ കൊണ്ട്, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു. ആ ചേച്ചീനെ കൊണ്ട് ഞാൻ മസാലക്കൂട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇതാണ് മുളകിങ്ങനെ കൃഷി ചെയ്തിട്ട് പൊടിച്ചിട്ട് കിട്ടും. പൊടിയല്ലാണ്ട് പൊടിച്ചിട്ട് കിട്ടും. കണ്ടോ, ഈ പൊടിച്ചത് വെച്ചിട്ടാണ് ഞാനിന്ന് അത് മെഴുക്കിട്ടത്. പിന്നെ മക്കളെ കാണാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മളിത്രയും അവരെ വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവന് നമ്മൾ അമ്മയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രസവിച്ചതാണെന്നോ അവനൊന്നും അറിയാനും പറ്റത്തില്ല. അതൊക്കെ നമുക്കൊരു സങ്കടം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ അരി, അതായത് നമ്മുടെ നാട്ടിലെ റേഷൻ അരിയില്ലേ, റേഷൻ അരി പോലത്തെ കുത്തരി കുഞ്ഞ പാക്കറ്റിൽ കിട്ടും. അത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട്. രാജകുടുംബത്തിലൊക്കെ സാധാരണ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന അരി ഇതായിരുന്നെന്ന്. അതുകൊണ്ട് ഞാൻ കഴുകി അതിൻ്റെ വെള്ളം കളയത്തില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു,
ഈ വെള്ളം കളയരുത്, വെള്ളം കളയാണ്ട് തന്നെ അത് അരി വെക്കണമെന്ന്. ഞാൻ ഇച്ചിരിയേ ചോറ് കഴിക്കത്തുള്ളൂ കേട്ടോ, ഒത്തിരിയൊന്നും ചോറ് കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി നാട്ടിൽ പോയിട്ട് എനിക്ക് മസാലപ്പൊടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആകാറായിരുന്നു. അപ്പം നമുക്ക് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർന്നു. ഗരം മസാല, സാമ്പാർ പൊടി, പിന്നെ ഇറച്ചിപ്പൊടി, മസാലക്കൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതേപോലെ പാക്കിലാക്കിയിട്ട് ആ ചേച്ചി പൊടിപ്പിക്കുന്ന മില്ലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ അപ്പം അങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണെങ്കിലും നമുക്കൊന്ന് കഴിക്കാനോ വെക്കാനോ നമുക്ക് തോന്നത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്കെപ്പോഴും മക്കളെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പം നമുക്ക് സങ്കടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഇതേപോലെ വിദേശത്ത് ജോലിക്ക് വന്നിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ എപ്പോഴും അവരെ വിളിക്കുക, സംസാരിക്കുക. എന്നെ വിളിക്കാറില്ലെന്നല്ല കേട്ടോ, എന്നെ വിളിക്കാറുണ്ട്, ഞാനും വിളിക്കും എപ്പോഴും. പക്ഷേ അതൊക്കെ ഒരു സങ്കടമാണ്. എന്നും നമ്മുടെ മക്കളെയും വീട്ടുകാരെയൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സങ്കടമാണ്. അത് ആരോട് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവത്തില്ല. അത് അറിയണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അകത്ത് നിന്ന് ജോലിക്ക് വന്നവരോട് ചോദിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ കുക്കർ ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്ക് കുക്കർ ഇങ്ങനെ വെച്ച് അരി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടത് യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് ഇച്ചിരി അരി മതിയല്ലോ, ഇച്ചിരി ചോറ് മതി. അപ്പോൾ ആ ഇച്ചിരി ചോറ് ഈ കുക്കറിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാ രീതിയിലൊക്കെ വെക്കാനായിട്ടൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ 1 മാസത്തേക്കാണ് ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കുന്നത്. സാധനം വാങ്ങിച്ച് വെച്ചേക്കും. സാധനം വാങ്ങിച്ചിട്ട് പിന്നെ കഴിക്കാത്ത കുഴപ്പമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വാങ്ങിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ കഴിക്കാൻ തോന്നിയില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ സാലഡ്, പിന്നെ മീൻകറി, പിന്നെ ഇറച്ചി വെക്കാമെന്നും പറഞ്ഞ് ഞാനെടുത്ത് വെച്ച്, പക്ഷേ എനിക്ക് കഴിയത്തില്ല വെക്കാനായിട്ട്. പിന്നെ തൈര്. അപ്പം ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. സാലഡ് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ സാലഡ് മീറ്റ് കിട്ടും, പക്ഷേ സാലഡ് മീറ്റ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാനിത് ഇന്ന് സാലഡിന് എടുത്തേക്കുന്നത് ക്യാരറ്റ്. അത് ഈ സാധനം അറിയുമോ? ഇതാണെന്ന് പറയുന്നത് തേങ്ങയും പൈനാപ്പിളും കൂടിയുള്ള വെള്ളമാണ് കേട്ടോ. ഞാനിത് എപ്പോഴും മേടിച്ച് കുടിക്കാറുണ്ട്. ആപ്പിളിൻ്റെ വെള്ളം മേടിച്ച് കുടിക്കാറുണ്ട്, മുന്തിരിയുടെ വെള്ളം മേടിച്ച് കുടിക്കാറുണ്ട്. ഇവിടെ അതൊക്കെ നല്ല അവൈലബിളാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഈ സാലഡ്, ഞാൻ എല്ലാ ദിവസവും സാലഡ് കഴിക്കും. അതായത് സ്വീറ്റ് പെപ്പർ, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നമ്മുടെ ഈ മസാലകളും കാര്യങ്ങളൊക്കെ കഴിക്കാത്ത കാരണേ. പിന്നെ ആയപ്പോൾ ഞാനിപ്പോൾ ഇതുമായിട്ടൊക്കെ സെറ്റായി. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി വെളിച്ചെണ്ണയല്ല കേട്ടോ, ഒലിവ് ഓയിൽ, പിന്നെ ഇച്ചിരി നാരങ്ങ നീര്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ സാധാരണ സാലഡ് ഉണ്ടാക്കുന്നത്. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഏകദേശം നിറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏകദേശം അധികം വലിയ പണിയൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ, പിന്നെ വയറും നിറയണ്ടേ. സാലഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും മിക്കവാറും 2 നേരമെങ്കിലും ഞാൻ സാലഡ് കഴിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ നാരങ്ങയുണ്ടല്ലോ, നാരങ്ങ ഇങ്ങനെ കുപ്പിയിൽ കിട്ടും. നാട്ടിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതൊന്നും എനിക്കറിയാൻ മേല. ഞാനിവിടെ സാധാരണ സാലഡിനൊക്കെ ഇങ്ങനെ കുപ്പിയിലെ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഇളക്ക് കണ്ടിട്ട് കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇവിടെ ഗ്യാസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കൂടുതലും എനിക്കിവിടെ കറണ്ടിൻ്റെ അടുപ്പാണുള്ളത്. പിന്നെ ഒരു തുള്ളി ചോറേ ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ കൂടുതൽ തോരൻ, പിന്നെ ചൂരക്കറി, പിന്നെ ഇച്ചിരി തൈര്, പിന്നെ സാലഡ്, ഇത്രയും കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളാരും മറക്കരുത്, നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇതേപോലെ പുറം രാജ്യത്ത് വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും വിളിക്കുക, അവരെ സംസാരിക്കുക. നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പൈസ എവിടെ നിന്നാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരുന്നില്ലേ.
അപ്പോൾ അതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇതൊന്നാണ്. അവരുടെ ജീവിതം കളഞ്ഞിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.